ചരിത്ര നിമിഷത്തിനാണ് പാർലമെന്റ് സാക്ഷ്യം വഹിക്കുന്നത്. തുല്യനീതി എന്ന സന്ദേശമുയർത്തി വഖഫ് ഭേദഗതി ബില്ല് കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ അവതരിപ്പിച്ചു. കേരളത്തിൽ നിന്നുള്ള KC വേണുഗോപാലും NK പ്രേമചന്ദ്രനുമാണ് ബില്ലിനെ ആദ്യം സഭയിൽ എതിർത്ത് രംഗത്തെത്തിയത്. അതേസമയം ഭേദഗതിയെ എതിർക്കുന്നതിൽ എന്തെങ്കിലും യുക്തി വേണമെന്ന് കിരൺ റിജിജു പറഞ്ഞു. പാർലമെന്റ് പോലും വഖഫ് ആണെന്നാണ് പറയുന്നത്. സർക്കാർ സ്വത്തുക്കൾ വഖഫിന്റെ കൈവശമാകാതിരുന്നത് മോദി സർക്കാർ വന്നതുകൊണ്ടാണ്. എല്ലാ നിയമങ്ങൾക്കും മുകളിലായി വഖഫ് നിയമത്തെ പ്രതിഷ്ഠിച്ചു. അത് തെറ്റായ നീക്കമായെന്നും കിരൺ റിജിജു തുറന്നടിച്ചു. ബില്ലിൽ പാർലമെന്റിൽ ചർച്ച തുടരുകയാണ്. വഖഫ് സ്വത്തിൽ അവകാശം ഉന്നയിക്കാൻ രേഖ നിർബന്ധമാക്കിയതും ബോർഡിൽ മുസ്ലിങ്ങളെയും സ്ത്രീകളെയും ഉൾപ്പെടുത്തിയതും തുല്യനീതി ഉറപ്പാക്കുന്നതാണെന്നും പുതിയ ബില്ലിലുണ്ട്. ബില്ല് ലോക്സഭയിൽ പാസ്സാകാൻ 272 വോട്ടുകളും राज्यसभയിൽ 122 വോട്ടുകളുമാണ് വേണ്ടത്. जो कमेटी इस बार दोनों सदन लोकसभा राज्यसभा मिला करके ज्वाइंट कमेटी में वक्फ अमेंडमेंट बिल पे जो चर्चा हुई है, आज तक भारत के संसदीय इतिहास में इतना व्यापक रूप से चर्चा, कंसल्टेशन और समय कभी नहीं दिया है. इसलिए मैं जो ज्वाइंट कमेटी में जितने मेंबर्स दोनों सदनों के लोकसभा और राज्यसभा में जो सदस्य उस कमेटी में थे, मेरे तरफ से सरकार की ओर से मैं धन्यवाद देता हूं, अभिनंदन करना चाहता हूं. कहना चाहता हूं सर, आज जब मैं जो बात रखूंगा आपके सामने में, पिछली बार जब हमने ये प्रस्तुत किए थे बिल को इस सदन में, तब भी मैंने कई बातें बताई थी. आज मैं उसको नहीं दोहराते हुए कुछ बातें मैं जोड़ूंगा और मुझे अपना बात रखने के बाद सिर्फ उम्मीद ही नहीं, पूरा यकीन है कि जो लोग इस बिल को विरोध कर रहे थे, वो हृदय में भी बदलाव होगा. पॉजिटिव सोच के साथ इस बिल में सब समर्थन करेंगे. ये मैं विश्वास के साथ आगे अपना बात रखना चाहता हूं. ചേരുകയാണ് ഗൗതം. ചരിത്ര നിമിഷത്തിലൂടെയാണ് പാർലമെന്റ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏത് രീതിയിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്? മറ്റു വിവരങ്ങളും കൂടി. ചർച്ചയ്ക്കാണ് ലോക്സഭയിൽ തുടക്കം കുറിച്ചത്. 12 മണിക്ക് കേന്ദ്ര ന്യൂനപക്ഷ കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു ഈ സുപ്രധാനമായ ബില്ല് അവതരിപ്പിച്ചു. എന്തുകൊണ്ടാണ് വഖഫ് ഭേദഗതി ബില്ല് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് എന്നതിനെ പറ്റിയാണ് അദ്ദേഹം വിശദീകരിച്ചത്. വലിയ പ്രതിപക്ഷ ബഹളമുണ്ടായിരുന്നു. ബില്ല് അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള MP-മാർ, ഇടത് വലത് MP-മാരുടെയും മറ്റും നേതൃത്വത്തിലാണ് പ്രതിപക്ഷ ബഹളം അരങ്ങേറിയത്. അതിനുശേഷം ഇപ്പോൾ മുൻ നിയമമന്ത്രി കൂടിയായ BJP-യുടെ മുതിർന്ന നേതാവ് രവിശങ്കർ പ്രസാദാണ് ഇപ്പോൾ ലോക്സഭയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് കിരൺ റിജിജു ചൂണ്ടിക്കാട്ടിയ ചില പ്രസക്തമായ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് വഖഫ് ബില്ല് കൊണ്ടുവന്നില്ലെങ്കിൽ ഒരുപക്ഷെ വലിയ തോതിലുള്ള ഭൂമി കുംഭകോണം ഇനിയും നടക്കും. മാത്രമല്ല, ഇത് മതപരമായ ഒരു വിഷയമല്ല, മറിച്ച് ഇതൊരു പ്രോപ്പർട്ടികളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഇതിനെ മതവുമായി കൂട്ടിയിണക്കേണ്ടതില്ല എന്നാണ് കിരൺ റിജിജു ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെ മതപരമായ ഒരു വിഷയമാണ് വഖഫ് എങ്കിൽ വഖഫിന് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളുണ്ട്. പക്ഷെ ഇപ്പോഴും രാജ്യത്തെ മുസ്ലിങ്ങൾ പിന്നോക്കാവസ്ഥയിൽ തന്നെയാണ്. അപ്പോൾ വഖഫിന് ഭൂമിയും സ്വത്തുക്കളും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് രാജ്യത്തെ മുസ്ലിങ്ങൾ പിന്നോക്കാവസ്ഥയിലായി പോയത് എന്ന ഒരു ചോദ്യം കിരൺ റിജിജു ചോദിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, UPA സർക്കാരിന്റെ കാലത്തും മുൻ കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്തും വഖഫിനെ പിന്തുണച്ചുകൊണ്ട് നിരവധി നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഡൽഹിയിൽ മാത്രം 113 പ്രോപ്പർട്ടികൾ UPA സർക്കാർ വഖഫ് ബോർഡിന് അനധികൃതമായി നൽകി. അത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് ഇത്തരം ഒരു നീക്കം നടത്തിയത് എന്നും കിരൺ റിജിജു ലോക്സഭയിൽ ആരോപിച്ചു. നരേന്ദ്രമോദി സർക്കാർ വന്നില്ലായിരുന്നുവെങ്കിൽ രാജ്യത്തിന്റെ പാർലമെന്റ് കെട്ടിടം വരെ കോൺഗ്രസുകാർ വഖഫിന് എഴുതി നൽകിയേനേയും എന്ന വിമർശനവും കിരൺ റിജിജുവിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. അതിനുശേഷം പിന്നീട് കോൺഗ്രസിൽ നിന്നും സംസാരിച്ചത് കോൺഗ്രസിന്റെ ലോക്സഭയിലെ ഉപനേതാവ് ഗൗരവ് ഗൊഗോയിയാണ്. ഈ ബില്ല് ഭരണഘടനാ വിരുദ്ധമാണെന്നും സമൂഹത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്നതാണെന്നും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് മേൽ കടന്നു കയറുന്ന ബില്ലാണിതെന്നും ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി ഈ ബില്ലിനെ എതിർക്കുമെന്നും ഗൗരവ് ഗൊഗോയി സഭയിൽ വ്യക്തമാക്കി. അതിനുശേഷം മൂന്നാമതായി ഇപ്പോൾ രവിശങ്കർ പ്രസാദ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. 8 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചർച്ചകൾക്ക് ശേഷമാകും ബില്ല് ലോക്സഭ പാസാക്കുക. ദേവിക. ശരി.